ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പഴയ ബാത്റൂം, അത് നോർമൽ ലെവലുള്ള യൂറോപ്യൻ ക്ലോസറ്റ് അതുപോലെ വരുന്ന ബാത്റൂമുകൾ പൊളിച്ചതിന് ശേഷം നമ്മുടെ മോഡേൺ സിസ്റ്റമായ ഡയവേർട്ടർ സിസ്റ്റം കൺസീൽ റിഫ്രഷ് ചെയ്യുന്ന രീതിയാണ് നമ്മളൊന്ന് നോക്കുന്നത്. ഡയവേർട്ടർ ഉറപ്പിക്കുന്നത് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ആണ് നമ്മളൊന്ന് നോക്കുന്നത്. ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം ചെയ്തിരിക്കുന്നതിന് CPVCയുടെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പാണ് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് എല്ലാ പൈപ്പുകളും കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് CPVC പൈപ്പാണ് പച്ചവെള്ളത്തിന് ചൂടുവെള്ളത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ ഒരടി ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ പൈപ്പ് എല്ലാം കൊണ്ടുപോയിരിക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ തന്നെ പുതിയ മോഡൽ അവർ ഇറക്കി തുടങ്ങിയിരിക്കുന്നതാണ്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ കമ്പനി ഇറക്കി തുടങ്ങിയിരിക്കുന്ന ഡൈവേർട്ടർ സിസ്റ്റമാണ്. ഡൈവേർട്ടറിന് MRP കൊടുത്തിരിക്കുന്നത് 3400 MRP കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിൽ നിന്ന് 10% നമുക്കതിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടി. എന്തായാലും റേറ്റ് കുറച്ചുകൂടി താത്തി നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഡൈവേർട്ടർ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്ന രീതിയാണ്. ഇത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനാണ്. ഡൈവേർട്ടർ ഉറപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ടൈല് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് മിനിമം മാക്സിമം ഇന്ന് കറക്റ്റായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ ലെവലിൽ തന്നെ നമ്മൾ ഉറപ്പിക്കണം. ആ ലെവലിൽ നമ്മൾ എത്രയാണോ അകത്തേക്ക് പോകേണ്ടത്, അതുപോലെ തന്നെ എന്തൊരു പുറത്തേക്ക് വരുന്നുണ്ട്, അതെല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇത് നമ്മൾ റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുന്നത് ആ പച്ചവെള്ളത്തിൽ പോകുന്നതാണ്. അതായത് ഇത് വാഷ് ബേസിൻ്റെ ഏരിയ. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് സെക്ഷനിലേക്ക് പോകുന്ന ആ മെയിൻ CPVC പൈപ്പ് പോകുന്നത് നമ്മുടെ പച്ചവെള്ളമാണ്. ഇത് കൺസീൽഡ് ഫ്ലഷിലേക്ക് പോകുന്നത് പച്ചവെള്ളത്തിൻ്റെ പൈപ്പ് നമ്മൾ CPVC പൈപ്പ് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അത് ഡൈവേർട്ടറിൻ്റെ റൈറ്റ് സൈഡിലാണ് പച്ചവെള്ളം കൊടുക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് ചൂടുവെള്ളം വരുന്നത്. ഹീറ്ററിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ പുറത്ത് സോളാർ ഹീറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് നമ്മൾ തുളച്ചിട്ടിരിക്കുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് ഹീറ്ററിൽ നിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നേരെ സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് വരുന്ന ചൂടുവെള്ളം നമ്മൾ ഡൈവേർട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കൊടുക്കേണ്ടത്. പിന്നെ ഏറ്റവും മുകളിലേക്ക് പോകുന്ന ഷവറാണ് വരുന്നത്. ഷവറിൻ്റെ നേരെ നമ്മൾ ഒരു 7 അടി ഹൈറ്റിൽ ഒരു ഓപ്ഷൻ നിർത്തിയിട്ടുണ്ട്. പിന്നെ താഴെയാണ് സ്പൗട്ട് കൊടുക്കുക. സ്പൗട്ട് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാപ്പിന് പോലെയാണ് വരുന്നത്. 30 ഇഞ്ചാണ് താഴെ നിന്ന് താഴേക്ക് ഫിനിഷ് ലെവൽ വരുന്നത്. 30 ഇഞ്ചിൽ നമ്മൾ ഓൾറെഡി കൊടുത്തു. ഇത്രയാണ് ഒരു ഡൈവേർട്ടർ സിസ്റ്റം ഉറപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡൈവേർട്ടർ ഉറപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ടൈല് ഫിനിഷ് ആവുന്ന സമയത്ത് ടൈലിൻ്റെ കനം കൂടി വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ഡൈവേർട്ടർ കറക്റ്റായിട്ട് ഉറപ്പിക്കേണ്ടത്. അതായത് ഫിനിഷിംഗ് ലെവൽ മിനിമം കൊടുത്തിട്ടുണ്ട്, മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഇതിന് തന്നെ കറക്റ്റ് ആയിരിക്കണം. ഇനി ഒരു ടൈൽ കൂടി വരുന്ന സമയത്ത് നമുക്ക് എത്തോരം കിട്ടുമെന്ന് കറക്റ്റായിട്ട് അതിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ലെവലിൽ ഒട്ടിക്കാനേ പാടുള്ളൂ. ഒരുപാട് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ തടസ്സമായിട്ട് വരും. പിന്നെ അതുപോലെ ഷവർ വർക്ക് ചെയ്യുന്ന ബട്ടണെല്ലാം ജാം ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഉറപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡൈവേർട്ടറിൻ്റെ സിസ്റ്റത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കമ്പനികൾ വരുന്നുണ്ട്. ജാഗ്രു വരുന്നുണ്ട്, സെറ വരുന്നുണ്ട്. പലതും പല രീതിയിലാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. അതെല്ലാം കറക്റ്റായിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. സെറ ഉറപ്പിക്കുന്ന രീതിയിലല്ല, ഡൈവേർട്ടർ ഉറപ്പിക്കുന്ന രീതിയിലല്ല, ജാഗ്രു ഉറപ്പിക്കുന്നത്, ജാഗ്രുവിൻ്റെ രീതിയിലല്ല, അതുപോലെ തന്നെ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെയും ഉറപ്പിക്കുന്നത്. അത് ഓരോ കമ്പനികളും പല രീതിയിലാണ്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് മിനിമം മാക്സിമം എന്ന് ടൈൽ ഫിനിഷ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ബാത്റൂമിൽ തന്നെ നമുക്ക് ഡൈവേർട്ടർ സിസ്റ്റത്തെ കൂടാതെ തന്നെ കൺസീൽഡ് ഫ്ലഷും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോ കൺസീൽഡ് ഫ്ലഷ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.